തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങളും തിരിച്ചുവരവ് സൂചനകളും പ്രകടമാക്കിയതിനു ശേഷം സ്വന്തം മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി വരികയാണ്. അദ്ദേഹം പദയാത്ര മുമ്പ് നടത്തിയ ഭാരത് ജോഡോ യാത്ര നടത്തി കടന്നുപോയ ഇടങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി റോഡ് ഷോയിലൂടെ കടന്നു വരുമ്പോൾ അത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും അവിടെയുണ്ട്. ഇന്ന് നടക്കാനിരുന്ന കോൺഗ്രസിന്റെ UDFന്റെ പ്രധാനപ്പെട്ട കൂടിയാലോചനാ യോഗങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഹുലിന്റെ സന്ദർശന പരിപാടികൾക്ക് വേണ്ടി പ്രവർത്തകരും നേതാക്കളുമെല്ലാം വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. നോക്കൂ, ദൃശ്യങ്ങൾ കാണുന്നത് ഒരു കൊച്ചുകുട്ടിയെ തന്റെ വാഹനത്തിലേക്ക് എടുത്തു കയറ്റി രാഹുൽ യാത്ര ചെയ്യുകയാണ്. റോഡ് ഷോയിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകരുടെ വലിയ ആവേശത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അവിടെ പുരോഗമിക്കുന്നത് എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. പറയേണ്ടത് നമ്മൾ രാഹുലിനോടാണ് നന്ദി പറയേണ്ടത്. രാഹുൽ നടത്തിയ പോരാട്ടം, ഫാസിസത്തിനെതിരെ പ്രതിരോധിക്കാൻ രാഹുൽ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിന് പിന്തുണയെത്തിക്കാൻ ഇവിടെ ഊർജവും നിങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുക, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുക. അദ്ദേഹത്തെ കൂടുതൽ ഊർജവത്തായാൽ ഈ ഇന്ത്യയിൽ ഒരു സംശയം വേണ്ട, ഇന്ത്യയിൽ ജനാധിപത്യം പുലരും. അനുമോദ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടുത്തെ ആവേശം, വലിയ ആവേശമാണ് UDF പ്രവർത്തകർക്ക്. ഒപ്പം ആവേശത്തിനൊപ്പം രാഹുലും വാഹനത്തിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർക്കൊപ്പം അദ്ദേഹവും പങ്കുചേരുന്നുണ്ട്. എന്താണ് കാഴ്ചകൾ? നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. മലപ്പുറം ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ചെറിയൊരു ദൂരത്തിൽ മാത്രമാണ് റോഡ് ഷോ അവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിന്ന് ഒരു റോഡ് ഷോ സ്വഭാവത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ആളുകൾക്കിടയിലൂടെ കടന്നു വരുന്നത്. നേരത്തെ നമ്മൾ കേട്ടതാണ് പ്രവർത്തകരുടെ വൈകാരികമായ പ്രകടനം. അദ്ദേഹത്തിന് വയനാട് മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന കാര്യം വയനാട്ടിലെ വോട്ടർമാർ, അവിടുത്തെ UDFന്റെ പ്രവർത്തകരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വേണ്ടത് ഇപ്പോൾ UPയിലാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവട്ടെ, മറിച്ച് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും ആ രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നതാണ് UDF പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് അവരുടെ വലിയ തരത്തിലുള്ള ആവേശം ഒരുക്കുന്നത്. നേരത്തെ പ്രചരണ രംഗത്ത് ഈ കൊടികൾക്ക് വിലക്കുണ്ടായിരുന്നു. കാരണം ലീഗിന്റെ കൊടി തെറ്റായി ചിത്രീകരിക്കപ്പെടുമോ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ന ഭയം കൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അനുമോദന ആവേശക്കാഴ്ചകളിൽ പ്രവർത്തകരുടെ എല്ലാവരുടെയും കൊടികൾക്ക് ഒരു വിലക്കുമില്ല. എല്ലാ കൊടികളും ബലൂണുകളും ഉയർത്തിക്കൊണ്ടാണ് ലീഗ്, കോൺഗ്രസ് കൊടികൾ വാനിൽ ഉയർത്തിക്കൊണ്ടാണ് അവിടെ ആവേശക്കാഴ്ചകൾ ഒരുക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ട്. വഴിനീള പ്രവർത്തകരാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർക്കപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. കൽപ്പറ്റയിലും സമാനമായ സാഹചര്യമാണ്. വാഹനം മുന്നോട്ട് പോവാൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമുണ്ട്. അനുമോദ്, എന്താണ് ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എപ്പോൾ എത്തിച്ചേരും?